ഏവർക്കും ടോസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏവരും അറിഞ്ഞു കാണുമല്ലോ HSST കൊമേഴ്സ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം. അപ്പൊ എല്ലാവരും എത്രയും വേഗം തന്നെ എക്സാം അപ്ലൈ ചെയ്യേണ്ടതാണ്. കാരണം ജൂലൈ 7th വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ എല്ലാ വിദ്യാർത്ഥികളും എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും 6 മാസത്തേക്ക് കാലയളവിലേക്കുള്ള ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോയുമായിട്ടാണ്. അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന് 6 മാസത്തിനുള്ളിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു എക്സാം ആണ് HSST എക്സാംസ് എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ നടന്നിട്ടുള്ള എല്ലാ HSST എക്സാംസും ഈ ഒരു 6 മാസത്തിനുള്ളിലാണ് നടത്തപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്സ് HSST എക്സാമും ഈ ഒരു 6 മാസത്തിന് ശേഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ജൂലൈ ടു ഡിസംബർ വരെ ആണ് നമ്മുടെ പഠന കാലയളവ് എന്ന് പറയുന്നത്. അപ്പൊ ജൂൺ മാസത്തിൽ നിങ്ങൾ പഠനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം. ഇനി നിങ്ങൾ ജൂൺ മാസത്തിൽ നിങ്ങളുടെ പഠനം ആരംഭിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ജൂലൈ മുതൽ ഡിസംബർ വരെ നീളുന്ന ഒരു 6 മാസ കാലയളവിലേക്കുള്ള സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്ന് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. കൊമേഴ്സ് അധ്യാപക ജോലിക്കായി ശ്രമിക്കുന്ന ഏവർക്കും ഒരു സുവർണ അവസരം തന്നെയാണ് HSST കൊമേഴ്സ് എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾ MCOM, BEd, SET ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓരോ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും തന്നെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പൊസിഷനാണ് HSST കൊമേഴ്സ് എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത്. നല്ല സാലറിയോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കാനും നിങ്ങൾക്ക് കഴിയാവുന്ന നല്ലൊരു പോസ്റ്റാണ് HSST പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഗസറ്റഡ് പദവി ഈ ഒരു പോസ്റ്റിലൂടെ ലഭിക്കുന്നതാണ്. അപ്പൊ കൊമേഴ്സ് ടീച്ചിങ് ഇഷ്ടപ്പെടുന്ന ഏവരും തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ പഠനം വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള രീതിയിൽ തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ സിലബസുകൾ നോക്കുക, സിലബസ് അനാലിസിസ് നടത്തിയതിനു ശേഷം ആവശ്യമായിട്ടുള്ള റെഫറൻസ് ടെക്സ്റ്റുകളുടെ സഹായത്തോടു കൂടിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സഹായത്തോടു കൂടിയിട്ടും നിങ്ങൾ പഠനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കോച്ചിങ് സെന്റർ ചൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷൻ ആണ്. ടോസ് അക്കാഡമിയിലേക്ക് നിങ്ങൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പർ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പം അധികം വൈകാതെ തന്നെ ടോസ് അക്കാഡമി ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. HSST കൊമേഴ്സ് എക്സാമിന്റെ സിലബസ് അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ നിലവിൽ നടന്നിട്ടുള്ള കൊമേഴ്സിന്റെ നോൺ വൊക്കേഷണൽ ടീച്ചിങ് എക്സാംസിന്റെയും അതുപോലെ തന്നെ മറ്റ് ലെക്ചർ പോസ്റ്റ് എക്സാംസിന്റെയും സിലബസ് കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് സിലബസ് ആണ് നിലവിൽ ടോസ് അക്കാഡമി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ടോസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് അറിയാം അത്രത്തോളം ഒരു വൈഡർ സിലബസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബിക്കോസ് സിലബസ് എന്ന് പറയുന്നത് മേ ബി കൺഫർമേഷൻ ടൈമിലായിരിക്കും എല്ലാവർക്കും അവൈലബിൾ ആകുന്നത്. അപ്പോഴേക്കും നമുക്ക് പഠിക്കാനുള്ള നല്ലൊരു സമയം നമുക്ക് നഷ്ടമാകും അല്ലെ. അപ്പൊ നമുക്ക് സമയനഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ടോസ് അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഒരു സിലബസ് ചേഞ്ച് ചെയ്താൽ പോലും അത് അവരെ ബാധിക്കാത്ത തരത്തിലുള്ള സിലബസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിലവിലെ ടോസ് അക്കാഡമി സ്റ്റുഡൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അപ്പം നമ്മൾ ഇതിൽ 60 days സ്റ്റഡി പ്ലാൻസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം 10 modules ആണ്. അപ്പൊ 10 modulesൽ നിന്ന് നമുക്ക് 7 മാർക്ക് വീതം എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു എക്സാമിന്. അപ്പൊ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ആൻഡ് മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ് and investment management, and module 3 portfolio management and derivatives, and module 4 income tax and goods and service tax, and module 5 advanced cost and management accounting, and module 6 corporate financial accounting and reporting, module 7 international business and finance, module 8 management and organizational behavior, module 9 corporate governance and business ethics, last module 10 financial management. ഓക്കെ, അപ്പൊ നിലവിൽ ഇത്രയും മൊഡ്യൂളുകളാണ് നമുക്ക് ഈ ഒരു എക്സാമിന്റെ സിലബസിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് ടേംസുകൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം.
അപ്പൊ നമുക്ക് ആദ്യത്തെ 3 months എന്ന് പറയുന്നത് മൊഡ്യൂൾ 2, മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6, മൊഡ്യൂൾ 9 ആൻഡ് മൊഡ്യൂൾ 10 ഈ 5 മൊഡ്യൂളുകൾക്കായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് 5 മൊഡ്യൂളുകളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, മൊഡ്യൂൾ 5 അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, മൊഡ്യൂൾ 6 കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ്, മൊഡ്യൂൾ 9 കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആൻഡ് മൊഡ്യൂൾ 10 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 7 മാർക്കാണ്. അപ്പൊ ഈ ഒരു 6 month സ്റ്റഡി പ്ലാനില് ആദ്യത്തെ മാസം എന്ന് പറയുന്നത് മൊഡ്യൂൾ 2 വേണ്ടിയിട്ട് വിനിയോഗിക്കുക. മൊഡ്യൂൾ 2 മാത്രമല്ല ബാക്കിയുള്ള മൊഡ്യൂൾസ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ആദ്യമേ മൊഡ്യൂൾ 2 ആണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ്. നിരവധി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതില് ശ്രദ്ധേയമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠന വിധേയമാക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇയറുകൾ പഠിക്കുക. അതായത് സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സർവീസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വർഷങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, ഇൻസ്ട്രുമെന്റ്സ് തുടങ്ങിയിട്ടുള്ള ബേസിക് കാര്യങ്ങളെ കുറിച്ചിട്ട് നല്ല അറിവുണ്ടായിരിക്കണം. അതായത് ഒരു ഒബ്ജക്റ്റീവ് അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വേണം നമ്മൾ ഓരോ പോർഷൻസും കവർ ചെയ്ത് പോകാന്. അപ്പൊ ഇതില് മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുമ്പോൾ സെബി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇപ്പൊ സെബിയുടെ റൂൾസ്, ഗൈഡ് ലൈൻസ്, ഓൺലൈൻ ട്രേഡിംഗ്, അതുപോലെ തന്നെ ഫണ്ട് ബേസ്ഡ് സർവീസ്, then dimensions of investment, corporate and personal investment, അതേപോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുക. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ബിഹേവിയർ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസിയോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ബിഹേവിയർ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഹേവിയർ ഫിനാൻസുമായിട്ട് വരാൻ സാധ്യതയുള്ള ഏരിയാസ് എന്ന് പറയുന്നത് തിയറീസ് ആണ്. അപ്പോൾ മുൻപ് നടന്ന NVT കൊമേഴ്സ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പോർഷൻസ് ഇത്രയും ബിഹേവിയർ ഫിനാൻസിൽ നിന്നുമായിരുന്നു. അപ്പൊ ബിഹേവിയർ ഫിനാൻസ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമിനും ബിഹേവിയർ ഫിനാൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ബിഹേവിയർ ഫിനാൻസിനകത്ത് തിയറീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മറ്റൊന്നെന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിനും അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനും വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അപ്പൊ ആദ്യത്തെ ആഴ്ച നമ്മൾ പഠനവിധേയമാക്കേണ്ടത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പം ആദ്യത്തെ 2 ദിവസങ്ങൾ ഡേ 1 and 2 എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഓവർവ്യൂ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. അതായത് നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ സെറ്റ് എക്സാമിനാണെങ്കിലും നെറ്റ് എക്സാമിനാണെങ്കിലും വളരെ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിൽ പോലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ ആണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും അടങ്ങുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡേ 3 and 4 എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതുപോലെ ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് ഇന്റർമീഡിയറീസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ദെൻ ഡേ 5 to 6 എന്ന് പറയുന്നത് സെബി എന്നൊരു ടോപ്പിക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതായത് ഡെപ്പോസിറ്ററി സിസ്റ്റം, ഓൺലൈൻ ട്രേഡിംഗ്, ഇൻസൈഡർ ട്രേഡിംഗ് തുടങ്ങിയിട്ടുള്ള തിയറി പരമായിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 2 ദിവസങ്ങൾ മാറ്റിവെക്കുക. അതുപോലെ വീക്കെൻഡ് ഡേ, അതായത് 7ാമത്തെ ദിവസം, ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളെയും ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പൊ നമ്മളൊരു വീക്കിലേക്ക് ഓരോ ടോപ്പിക്കുകൾ അസൈൻ ചെയ്തിട്ട് ആ വീക്കെൻഡിൽ ആ പഠിച്ചിട്ടുള്ള ഓരോ ടോപ്പിക്കും റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്ട് ടച്ച് അവിടെ വിട്ടുപോകില്ല. അതായത് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ എത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ എത്രത്തോളം ഗ്രോത്ത് ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അപ്പം റിവിഷൻ കണ്ടക്ട് ചെയ്യുക. ആ റിവിഷനകത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഏരിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആദ്യമേ ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷനായിട്ട്
4 ഓപ്ഷൻസ് ആണ് തരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനകത്ത് അല്ലെ. അപ്പൊ ആ 4 ഓപ്ഷനും എന്താണെന്നുള്ളത് നിങ്ങൾ നോട്ട് എഴുതി തന്നെ പഠിക്കുക. അപ്പൊ നിങ്ങൾ ടോസ് അക്കാഡമിയിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് പറയുന്നത് പോലെ 5 days കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കും. അതിനുശേഷം അതിൽ ജനറൽ പേപ്പറും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ തിങ്കളാഴ്ചകളിലും വൈകുന്നേരം നമ്മൾ ആ ഒരാഴ്ചയെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് നടത്താറുണ്ട്, മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോച്ചിങ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ടോസ് അക്കാഡമിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ രണ്ടാമത്തെ ആഴ്ചയിലും നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഡേ 1 and 2 രണ്ടാമത്തെ ആഴ്ചയിലെ ആദ്യത്തെ 2 ദിവസങ്ങൾ ഫണ്ട് ബേസ്ഡ് ആൻഡ് ഫീ ബേസ്ഡ് സർവീസ് ഏതൊക്കെയെന്ന് പഠിക്കാൻ മാറ്റിവെക്കുക. മൂന്നാമത്തെ ദിവസം മുതൽ 4ാമത്തെ ദിവസം വരെ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് മാറ്റിവെക്കുക. അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഡയമെൻഷൻസും അതുപോലെ കോർപ്പറേറ്റ് ആൻഡ് പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ്സും നോക്കി വെക്കുക. 5ാമത്തെ ദിവസം മുതൽ 6ാമത്തെ ദിവസം വരെ എന്തൊക്കെയാണ് പേഴ്സണൽ ഫിനാൻസിന്റെ കമ്പോണൻസ്, അതുപോലെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നൊരു ടോപ്പിക്കിന് വേണ്ടിയിട്ടും നിങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് ആ ഒരു ആഴ്ചയുടെ എൻഡില് നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ ഒന്ന് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ 3ാമത്തെ ആഴ്ചയിൽ പ്രധാനമായിട്ടും നമ്മൾ പുതിയൊരു ടോപ്പിക്ക് പഠിക്കുവാണ്. അതായത് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് നമ്മുടെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് PG ക്ലാസ്സുകളുടെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതിനു മുമ്പ് അതായത് ഏകദേശം ഒരു 5 to 6 years കൊണ്ടാണ് ബിഹേവിയർ ഫിനാൻസ് എന്ന് പറയുന്നത് എംകോമിന് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതിന് മുമ്പുള്ളൊരു സമയങ്ങളിലൊന്നും ബിഹേവിയർ ഫിനാൻസ് എന്ന് പറയുന്നത് അത്രത്തോളം സിലബസിനകത്ത് ഉൾപ്പെടുത്താത്ത ഒരു ടോപ്പിക് ആയിരുന്നു. ജസ്റ്റ് ചെറിയ പോർഷൻസ് ഒക്കെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്നാൽ പലർക്കും പുതിയൊരു സബ്ജക്റ്റ് ആണ് ബിഹേവിയർ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പൊ പുതിയ സബ്ജക്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാഴ്ച മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ 3ാമത്തെ ആഴ്ച ബിഹേവിയർ ഫിനാൻസിന് പഠിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുക. അതിൽ പ്രധാനമായിട്ടും ബിഹേവിയർ ഫിനാൻസിന്റെ തിയറീസ്, അതുപോലെ റാഷണാലിറ്റി ആൻഡ് ഡിസിഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡേ 1 and 2 കൊണ്ട് കവർ ചെയ്യുക. ഡേ 3 and 4 എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മോഡേൺ ഫിനാൻസ് അതുപോലെ ബിഹേവിയർ ഫിനാൻസിന്റെ തിയറീസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. 5ാമത്തെ ദിവസം മുതൽ 6ാമത്തെ ദിവസം വരെ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ ബിഹേവിയറൽ ബയാസ് ഓൺ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് വേസ് ടു ഓവർകം ബയാസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക. അറ്റ് ലാസ്റ്റ് ഡേ 7 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മോഡലിംഗ് ഏതൊക്കെയാന്നുള്ളത് നോക്കി വെക്കുക. അതിനുശേഷം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഈ കഴിഞ്ഞ മുൻപ് നടന്നിട്ടുള്ള ടീച്ചിങ് എക്സാംസിലും അതുപോലെ തന്നെ കൊമേഴ്സ് കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഒക്കെ ബിഹേവിയർ ഫിനാൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നത് കൊണ്ട് തന്നെ എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ് ബിഹേവിയർ ഫിനാൻസ് എന്ന് പറയുന്നത്. തിയറി പോർഷൻസ് ഒക്കെ പഠിച്ച് ബോർ അടിച്ചിരിക്കുവാണെങ്കിൽ 4ാമത്തെ ആഴ്ച മുതൽ മൊഡ്യൂൾ 5 അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയയുമാണ്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏറെയും വരാവുന്ന മറ്റൊരു ടോപ്പിക്കാണ് അഡ്വാൻസ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പ്രോബ്ലം പേപ്പേഴ്സ് അതുപോലെ തന്നെ തിയറി പോർഷൻസും വരാം. ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഒരു 80% തിയറിയും ബാക്കി 20% ആയിരിക്കാം പ്രോബ്ലം ആയിട്ട് വരുന്നത്. എന്നാൽ അതുപോലെ തന്നെ 80% പ്രോബ്ലവും 20% തിയറിയും വരാം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഏറിയ പങ്കും പ്രോബ്ലം വരാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ ലാസ്റ്റ് നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേരിയൻസ് അനാലിസിസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്തു നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോൾ ആദ്യം തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു പോകേണ്ടത്. മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്സ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്, വേരിയൻസ് അനാലിസിസ് എന്താണ്, അതുപോലെ ട്രാൻസ്ഫർ പ്രൈസ്, PV റേഷ്യോ കാൽക്കുലേഷൻസ്, വേരിയബിൾ കോസ്റ്റ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് തുടങ്ങിയിട്ടുള്ള പോർഷൻസും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പം ആ ഒരു പോർഷൻസ് പഠിക്കുമ്പോൾ എല്ലാ രീതിയിലുമുള്ള ഇക്വേഷൻസ് മനഃപ്പാഠമാക്കി വെക്കുക എന്നതാണ്. കാരണം മാച്ച് ദ ഫോളോയിങ്സിനകത്തൊക്കെ ഇക്വേഷൻസ് ഉൾപ്പെടെ ചോദിക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്നത് പോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ദെൻ
പിന്നീട് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം തിയറി പോർഷൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. അതായത് CRM എന്താണ്, അതുപോലെ ERP എന്റർപ്രൈസ് റിസോഴ്സ് മാനേജ്മെന്റ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, അതേപോലെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, പാറ്റോ അനാലിസിസ്, അതുപോലെ ഇൻവെന്ററി മാനേജ്മെന്റ്, ദെൻ പ്രൊജക്ട് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള പോർഷൻസും കൂടി നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ ഇതിൽ പുതുതായിട്ട് വരുന്ന എല്ലാ ടേംസും എന്താന്നുള്ളത് പ്രത്യേക നോട്ട് തയ്യാറാക്കി തന്നെ പഠിക്കാൻ മറക്കരുത്. 4ാമത്തെ ആഴ്ചയിൽ നിങ്ങൾ പഠനവിധേയമാക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻസ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. ആദ്യത്തെ 1-2 ദിവസങ്ങൾ കൊണ്ട് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്കൊരു റെഫറൻസ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടും അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്രദമാകുന്ന ഒരു റെഫറൻസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ജെയിൻ ആൻഡ് നരകിന്റെ ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇനി നിങ്ങൾക്ക് അത് അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലെ ടെക്സ്റ്റ് ബുക്കുകൾ കളക്ട് ചെയ്യുക. അപ്പൊ ഡിഗ്രി ലെവലിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് തയ്യാറാക്കിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നോക്കിയൊക്കെ തന്നെ പഠിച്ചു വെക്കുക. അതുപോലെ 3ാമത്തെ ദിവസം മുതൽ 4ാമത്തെ ദിവസം വരെ മാർജിനൽ കോസ്റ്റിംഗിന്റെ പഠനത്തിനായിട്ട് മാറ്റി വെക്കുക. അപ്പൊ മാർജിനൽ കോസ്റ്റിംഗ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. അതായത് പ്രോബ്ലം വരാനും അതുപോലെ തിയറിയിൽ നിന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഡേ 5 to 6 എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനും അതുപോലെ തന്നെ കുറച്ചേറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ദിവസം മാറ്റി വെക്കുക. അവസാനത്തെ ഡേ എന്ന് പറയുന്നത് റിവൈസ് ചെയ്യുക. അതായത് നിങ്ങൾ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്സ് പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അതിന്റെ പ്രോബ്ലംസും തന്നെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സഹായത്തോട് കൂടിയിട്ട് റിവൈസ് ചെയ്യും. അപ്പൊ ഡേ 1 and 2 എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗിന്റെ ഡിസിഷനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ബാക്കി പോയിന്റ്സ് ആയിട്ട് വരുന്ന കീ ഫാക്ടർ അനാലിസിസ്, അതുപോലെ തന്നെ ക്ലോസിംഗ് ഡൗൺ ഓർ സസ്പെൻഡിങ് ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുള്ള കുറച്ചധികം നല്ല വളരെ കുറച്ച് തിയറീസ് മാത്രമേ ഉള്ളൂ. ആ തിയറീസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ ഡേ 3 മുതൽ 4 വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾ പ്രോസസ് കോസ്റ്റിങ്ങിനും അതിന്റെ ആപ്ലിക്കേഷൻസിനും അതുപോലെ വർക്കിംഗ് പ്രോഗ്രസ്, ഇന്റർ പ്രോസസ് പ്രോഫിറ്റ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കുന്നതിനായിട്ട് മാറ്റിവെക്കേണ്ടതാണ്. 5ാമത്തെ ദിവസം മുതൽ 6ാമത്തെ ദിവസം വരെ പഠിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഫോർ ഇക്വലന്റ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്, അതുപോലെ വേരിയൻസ് അനാലിസിസിനെ കുറിച്ചിട്ടുമാണ് പഠിക്കേണ്ടത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, വേരിയൻസ് അനാലിസിസ് പഠിക്കുന്ന സമയത്ത് അതിൽ ലേബർ വേരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽ വേരിയൻസ് ഉണ്ട്, അതുപോലെ ഓവർഹെഡ്സിന്റെയും ഉണ്ട്. അപ്പം ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകണം. അതായത് ഇക്വേഷൻസ് എഴുതി ഓരോ ക്വസ്റ്റ്യൻസ് വീതം ചെയ്ത് പഠിച്ച് തന്നെ ഈ ഏരിയാസ് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിക്കുക. അറ്റ് ലാസ്റ്റ് ഡേ 7 എന്ന് പറയുന്നത് ആ ഒരു വീക്കെൻഡിൽ നിങ്ങൾ ആ ഒരു വീക്കിൽ പഠിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ഒന്ന് റിവൈസ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. 6ാമത്തെ ആഴ്ചയിൽ അഡ്വാൻസ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള തുടർച്ചയായിട്ടുള്ള പോർഷൻസ് ആണ് ഉൾപ്പെടുത്തേണ്ടത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ സമയമെടുത്ത് പഠിക്കേണ്ട പോർഷൻസും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഡേ 1 and 2 യൂണിഫോം കോസ്റ്റിംഗ്, ട്രാൻസ്ഫർ പ്രൈസിംഗ് ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രൈസിംഗ് മെത്തേഡ്സ് ഇത് 3ഉം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ആൻഡ് ഡേ 3 and 4 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രോബ്ലം പേപ്പേഴ്സിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസും അതുപോലെ ന്യൂ പ്രൊഡക്റ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജീസും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ആൻഡ് ഡേ 5 and 6 എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റവന്യൂ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് പഠിക്കുന്നതിനായിട്ട് മാറ്റിവെക്കുക. ആ ഒരു വീക്കെൻഡിൽ നിങ്ങൾ ആ ഒരാഴ്ച പഠിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ 7ാമത്തെ ആഴ്ചയിലും അഡ്വാൻസ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആദ്യത്തെ 2 ദിവസങ്ങളിലേക്ക് പഠിക്കുന്നതിന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ 6ാമത്തെ ആഴ്ചയിൽ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിനോടൊപ്പം തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എല്ലാ മെത്തേഡ്സും വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇക്വേഷൻസ് പ്രത്യേകം നോട്ട് എഴുതി തന്നെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഒന്നുകിൽ നിങ്ങൾ നോട്ട് എഴുതി നിങ്ങളുടെ പഠിക്കുന്ന ടേബിളിലോ അല്ലെങ്കിൽ വോളിലോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു നോട്ട്സ് കാണാം. അപ്പം ആ ഓരോ ഇക്വേഷൻസ് നിങ്ങൾക്ക് അതുവഴി ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഇനി അതല്ല നിങ്ങൾ കൂടുതലും ഫോണിനകത്താണ് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നോട്ട്സുകളെല്ലാം അല്ലെങ്കിൽ ഈ ഓരോ ഇക്വേഷൻസ് എല്ലാം തന്നെ ഇങ്ങനെ പറഞ്ഞു പഠിക്കുക.
ഇപ്പൊ പറഞ്ഞു പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുക, ഈ വോയിസ് ഒക്കെ നിങ്ങൾ കേട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ, അതുപോലെ തന്നെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്, അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്ത് വരുന്ന ഏതൊരു ഇക്വേഷൻസ് നിങ്ങൾക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കും. അപ്പൊ 7ാമത്തെ ആഴ്ചയിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും കൂടി പഠനവിധേയമാക്കേണ്ടതായിട്ടുണ്ട്. എന്റർപ്രൈസ് പെർഫോമൻസ് മാനേജ്മെന്റ്, ബിസിനസ് ഇന്റലിജൻസ് ആൻഡ് സ്ട്രാറ്റജിക് മാപ്പ് ആണ് ആദ്യത്തെ 2 ദിവസങ്ങളിൽ പഠിക്കുക. 3ാമത്തെ ദിവസം മുതൽ 4ാമത്തെ ദിവസം വരെ ബഡ്ജറ്റിംഗ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിനായിട്ട് മാറ്റിവെക്കുക. 5ാമത്തെ ദിവസം മുതൽ 6ാമത്തെ ദിവസം വരെ എന്ന് പറയുന്നത് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, അതുപോലെ എന്റർപ്രൈസ് റിസോഴ്സ് പെർഫോമൻസ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക. അപ്പൊ നെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് ഒക്കെ സ്ഥിരം നമുക്ക് ക്വസ്റ്റിനകത്ത് കാണാം. അതുപോലെ ABC, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ദിവസം, അതായത് ആ ഒരു വീക്കെൻഡിലെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ റിവിഷനും പ്രാക്ടീസിനും വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ മൊഡ്യൂൾ 6ന്റെ പോർഷൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ തിയറി, പ്രോബ്ലം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മറ്റൊരു മൊഡ്യൂൾ ആണ്. അപ്പൊ ഈ ഒരു മൊഡ്യൂളിനകത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനീസ്, അക്കൗണ്ടിങ് ഫോർ ലിക്വിഡേഷൻസ്, മെർജർ അക്വിസിഷൻ, അതേപോലെ തന്നെ ബാങ്ക്രപ്സി, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് തുടങ്ങിയിട്ടുള്ളവയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അതുപോലെ തന്നെ വോയേജ് അക്കൗണ്ട്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ട്, ഫോറൻസിക് റെസ്പോൺസിബിലിറ്റി, എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്, ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിങ്, പ്രൊയാക്റ്റീവ് അക്കൗണ്ടിങ്, അതുപോലെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് തുടങ്ങിയിട്ടുള്ള പോർഷൻസും കൂടി ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പം പുതുതായിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നോട്ട്സുകൾ തയ്യാറാക്കുക. അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ സഹായത്തോടു കൂടി വേണം നോട്ട്സ് തയ്യാറാക്കാൻ. അപ്പൊ 8ാമത്തെ ആഴ്ചയിൽ ആദ്യത്തെ 2 ദിവസങ്ങൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഇതെല്ലാം തന്നെ അക്കൗണ്ടിങ്ങിന്റെ തിയറി ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും എഴുതാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് HSSC കൊമേഴ്സ് എക്സാം ആണ്. അപ്പൊ നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കൊമേഴ്സിൽ ഏതൊരു വിദ്യാർത്ഥിയും ആദ്യാക്ഷരം കുറിക്കുന്ന കാലയളവെന്ന് പറയുന്നത് +1 +2 കാലയളവാണ് അല്ലെ. അപ്പം HSSC കൊമേഴ്സ് അധ്യാപകരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരുമാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, കൊമേഴ്സിലെ ആദ്യാക്ഷരം പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പുതിയൊരു സബ്ജക്റ്റിന്റെ തിയറി വശങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഏവരും നല്ല രീതിയിൽ അറിവുള്ളവരായിരിക്കണം. അപ്പോൾ എന്തായാലും HSSC കൊമേഴ്സ് എക്സാമിന് ഈ ഒരു ഏരിയയിൽ നിന്നും ഇൻ കേസ് സിലബസ് മാറിയാൽ പോലും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, IFRS, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇത്രയും ടോപ്പിക്ക് 100% ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളെ പഠിപ്പിക്കുന്ന, അതായത് നമ്മളൊരു അധ്യാപകരാണ്, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അധ്യാപകരാകാൻ പോകുന്നവരാണ് അല്ലെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തിയറി ബേസ് ഒക്കെ എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിന്റെ തിയറീസ് നന്നായിട്ട് പഠിക്കുക. അപ്പം ആദ്യത്തെ 1 and 2 days എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ്സ്, IFRS, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനായിട്ട് മാറ്റിവെക്കുക. അടുത്ത 3 മുതൽ 4 ദിവസം വരെ ഇൻഷുറൻസ് ക്ലെയിംസ്, ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഹോൾഡിംഗ് കമ്പനീസ് അതിനായിട്ട് മാറ്റിവെക്കുക. അപ്പം ഇതിലെല്ലാം തന്നെ പ്രോബ്ലംസും വരുന്നുണ്ട്. അതായത് ഹോൾഡിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടേറെ കാര്യങ്ങളും സെക്ഷൻസ് പഠിച്ചു വെക്കണം. അതുപോലെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഒക്കെ ഹോൾഡിംഗ് കമ്പനിയുടെ ഭാഗമാണ്. അപ്പൊ ഡേ 5 and 6 എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കേണ്ട ദിവസങ്ങളാണ്. അതായത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഓരോ ഐറ്റംസും എവിടെയൊക്കെ റെക്കോർഡ് ചെയ്യണം, അതുപോലെ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്താണ്, തുടങ്ങിയിട്ടുള്ള പല ടോപ്പിക്കുകളും ഈ ഒരു ഏരിയയിൽ ഉൾപ്പെടുന്നുണ്ട്. ദെൻ അമാൽഗമേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് അമാൽഗമേഷനും കൂടി ഈ ഒരു സമയത്ത് പഠിച്ചു തീർക്കുക. അറ്റ് ലാസ്റ്റ് ഡേ 7 എന്ന് പറയുന്നത് ഇതിന്റെ റിവിഷൻസിനായിട്ട് മാറ്റിവെക്കുക. അതായത് ഈ ഒരു 6 days കൊണ്ട് പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ ഒന്ന് റിവൈസ് ചെയ്യുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ റിവിഷൻ പൂർത്തീകരിക്കുക. അപ്പൊ 9ാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 2 ദിവസങ്ങളിൽ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് റിപ്പോർട്ടിംഗിൽ നിന്നും
അമാൽഗമേഷന്റെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിട്ടുള്ള പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ പല മെത്തേഡ്സിലൂടെ നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ അമാൽഗമേഷന്റെ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഒക്കെ തന്നെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ആൻഡ് ഡേ 3 and 4 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ മെർജർ, അക്വിസിഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാം തന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സും ഇൻക്ലൂഡിങ് ജേണൽ എൻട്രി വരെ പഠിച്ചു വെക്കുക. ഇനി 5ാമത്തെ ദിവസം മുതൽ 6ാമത്തെ ദിവസം വരെ അക്കൗണ്ടിങ് ഫോർ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസും പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിനായിട്ടും മാറ്റിവെക്കുക. അപ്പൊ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നത്, ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ അക്കൗണ്ട്സുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഓരോ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻസ് എഴുതി തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. 7ാമത്തെ ദിവസം ഈ ഒരു ആഴ്ചയിൽ പഠിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ഒന്ന് റിവൈസ് ചെയ്യുക. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് നടത്തുക. അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിൽ നിന്നെല്ലാം തന്നെ, ദാറ്റ് മീൻസ് നെറ്റിന്റെയോ സെറ്റിന്റെയോ ഒക്കെ എന്തെങ്കിലും ഗൈഡോ ടെക്സ്റ്റോ അല്ലെങ്കിൽ ഓൺലൈൻ മെറ്റീരിയലോ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അവയുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളുടെ പഠനം കുറേയേറെ എന്താക്കുക, നല്ല ഹയസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ 3ാമത്തെ മാസമായപ്പോഴേക്കും കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ്, കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇത്രയും ടോപ്പിക്കുകളാണ് പഠനവിധേയമാക്കേണ്ടത്. അതിൽ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗിൽ നിന്നും 10ാമത്തെ ആഴ്ചയിലെ പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി കൺസേൺ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കുക. ഇതിൽ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി കൺസേണിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകൾ UG ലെവൽ ടെക്സ്റ്റുകൾ, അതായത് ഗ്രാജുവേഷൻ സ്റ്റുഡൻസിന്റെ ടെക്സ്റ്റുകളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അപ്പോ ചിലപ്പോൾ ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റിലായിരിക്കാം മേ ബി ഈ ഒരു ടോപ്പിക് ഉൾപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ആ വർഷങ്ങളിൽ നിന്നുമുള്ള ടെക്സ്റ്റ് ബുക്കുകൾ കളക്ട് ചെയ്ത് നോട്ട്സ് തയ്യാറാക്കി തന്നെ പഠിച്ചു പോവുക. ഇനി 3 മുതൽ 4 ദിവസം വരെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലിക്വിഡേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ, അക്കൗണ്ടിങ് ഫോർ ലിക്വിഡേഷനെ കുറിച്ചിട്ട്. അപ്പൊ ലിക്വിഡേഷനകത്ത് തന്നെ ഉൾപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരും നോട്ട്സ് തയ്യാറാക്കി തന്നെ പഠിക്കുക. ഇതിലെ സെക്ഷൻസും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ്. മുൻപ് നടന്നിരുന്ന NVT കൊമേഴ്സ് എക്സാമിന് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ഡേ 5 എന്ന് പറയുന്നത് വോയേജ് അക്കൗണ്ട്സ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആൻഡ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിനായിട്ട് മാറ്റിവെക്കുക. ഇതിൽ വോയേജ് അക്കൗണ്ടിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ്, ജേണൽ എൻട്രി, അതുപോലെ തന്നെ പ്രോബ്ലം, വോയേജ് ഇൻകംപ്ലീറ്റിന്റെ പ്രോബ്ലം ഒക്കെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്നുമൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോച്ചസ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നേരത്തെയുള്ള എക്സാംസിലൊക്കെ നമുക്ക് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അക്കൗണ്ടിങ്ങിനകത്ത് വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. 7ാമത്തെ ദിവസം റിവിഷൻ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ടിങ്ങിനായിട്ട് മാറ്റിവെക്കുക. മൊഡ്യൂൾ 9 കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആണ് 3rd മന്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ 100% തിയറീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇതിൽ. പ്രധാനമായിട്ടും കോർപ്പറേറ്റ് ഗവേണൻസ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് തിയറീസ്, മോഡൽസ്, ദെൻ പ്രധാനമായിട്ടും SEBI ഗൈഡ്ലൈൻസ്, അതുപോലെ ക്ലോസ് 49 ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കമ്പനീസ് ആക്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്, പവർ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, അതുപോലെ കമ്പനിയുടെ വിവിധ തരത്തിലുള്ള മീറ്റിംഗ്സുകൾ, സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സ്, ബോർഡ് ഓഫ് കമ്മിറ്റികൾ, ലോ ആൻഡ് എത്തിക്സ് ആൻഡ് വാല്യൂസ്, ഇമ്പോർട്ടന്റ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ ബിസിനസ് ആൻഡ് സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ 3rd മന്തിലെ, അതായത് 11 വീക്ക് എന്ന് പറയുന്നത്, 11ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് നമ്മൾ പഠനവിധേയമാക്കേണ്ടത് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സിന് വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യത്തെ 2 ദിവസങ്ങൾ എന്ന് പറയുന്നത്
എവല്യൂഷൻ ആൻഡ് മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതുപോലെ 3-ാമത്തെ ദിവസം മുതൽ 4-ാമത്തെ ദിവസം വരെ കോർപ്പറേറ്റ് ഗവർണൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള തിയറീസ്, പ്രിൻസിപ്പിൾസ്, ഒബ്ജക്റ്റീവ്സ്, അതുപോലെ കോർപ്പറേറ്റ് ഗവർണൻസ് മോഡൽസ് തുടങ്ങിയവ പഠിക്കുന്നതിനായിട്ട് മാറ്റിവെക്കുക. തിയറി പോർഷൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ട് തയ്യാറാക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ വിവിധ തരത്തിലുള്ള മഷികൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് പലതരത്തിലുള്ള ഇങ്ക് ഉപയോഗിച്ചുകൊണ്ട് നോട്ട്സ് ഒക്കെ തയ്യാറാക്കി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തൊക്കെ പഠിക്കുക. അപ്പൊ നമുക്ക് പഠനത്തിനോട് കൂടുതൽ താല്പര്യം തോന്നി തുടങ്ങാം. അതുപോലെ 5-ാമത്തെ ദിവസം മുതൽ 6-ാമത്തെ ദിവസം വരെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ, സെബി ഗൈഡ്ലൈൻസ് ആൻഡ് കമ്പനീസ് ആക്ട്, ഇത്രയും കാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക. ഇപ്പൊ കമ്പനീസ് ആക്ട് ഒക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന സാധ്യതയുള്ള ഏരിയാസ് ആണ്. അപ്പോൾ കമ്പനീസ് ആക്ടിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. അതേപോലെ ഡേ 7, അതായത് 11-ാമത്തെ ആഴ്ചയിലെ വീക്കെൻഡ് എന്ന് പറയുന്നത് അത്രയും ദിവസങ്ങൾ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ആ ഒരു 6 ദിവസത്തെ ടോപ്പിക്കുകളെല്ലാം തന്നെ ഒന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ച് അവയൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആഴ്ചകളിലേക്ക് കടക്കുമ്പോൾ മൊഡ്യൂൾ 10 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് പഠനവിധേയമാക്കേണ്ടത്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റും പ്രോബ്ലം പ്ലസ് തിയറീസ് വരാൻ സാധ്യതയുള്ള മറ്റൊരു പോർഷൻ ആണ്. പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ ഫിനാൻസിങ് ഡിസിഷൻസ് ഇത്രയും തന്നെ കവർ ചെയ്യുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, അതുപോലെ ഡിവിഡൻഡ് തിയറീസ്, ലിവറേജ്, ദെൻ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് ഓഫ് അപ്രൈസൽസ്, അതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതായത് NPV, IRR, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതുപോലെ പ്രോബബിലിറ്റി അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടഡ് മെത്തേഡ്, മോണ്ടെ കാർലോ സിമുലേഷൻ മെത്തേഡ്, ഡിസിഷൻ ട്രീ, സിനാറിയോ അനാലിസിസ്, സെൻസിറ്റിവിറ്റി അനാലിസിസ്, അതേപോലെ ലീസ് ഫിനാൻസിങ്, റേഷ്യൂസ്, പ്രധാനമായിട്ടും ലിക്വിഡിറ്റി, പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലിവറേജ് റേഷ്യൂസ്, ഇത്രയും തന്നെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ശ്രദ്ധ കൊടുത്തും ഇമ്പോർട്ടൻസ് കൊടുത്തും ടൈം എടുത്തും പഠിക്കേണ്ട ഒരു പോർഷനാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ നെറ്റ് എക്സാമിനൊക്കെ നമ്മൾ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിലെ ക്യാപിറ്റൽ സ്ട്രക്ചറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഡിവിഡൻഡ് ഡിസിഷൻസും അതുപോലെ തന്നെ ലിവറേജും ഈ പറയുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസുകളും അപ്രൈസൽ അനാലിസിസുകളും ഒക്കെയാണ് പഠിക്കാറുള്ളത് അല്ലെ. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഇതിൽ പ്രോബബിലിറ്റി അനാലിസിസ് കൂടി ഉൾപ്പെടുന്നുണ്ട്. അപ്പം അത്രയും കാര്യങ്ങൾ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. വീക്ക് 12 ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് പഠിക്കുക. അതോടൊപ്പം തന്നെ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്യുക. 3-ാമത്തെ ദിവസം മുതൽ 4-ാമത്തെ ദിവസം വരെ മാറ്റിവെക്കേണ്ടത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എബിറ്റ്, EPS അനാലിസിസ്, അതുപോലെ തന്നെ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് തുടങ്ങിയിട്ടുള്ള പോയിന്റ്സ് പഠിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. 5 മുതൽ 6-ാമത്തെ ദിവസം വരെ എന്ന് പറയുന്നത്, അതായത് ഡേ 5 and 6 എന്ന് പറയുന്ന ഈ 2 ദിവസങ്ങൾ എന്ന് പറയുന്നത് ലിവറേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുക. ലിവറേജസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ, ഓപ്പറേറ്റിംഗ്, കമ്പൈൻഡ് ലിവറേജസ് ഇത്രയും തന്നെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രോബ്ലംസ് ധാരാളമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷൻസ് ഏതൊക്കെയാണ്, ഡിവിഡൻഡ് ഡിസിഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ഇത്രയും അറിഞ്ഞിരിക്കുക. അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് പ്രോബ്ലം ആയിട്ടും തിയറി ആയിട്ടും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോർഷനും കവർ ചെയ്യുക. അപ്പൊ ആ ഒരു ആഴ്ചയിൽ അവസാന ദിവസം എന്ന് പറയുന്നത് റിവിഷൻസിനായിട്ട് മാറ്റിവെക്കുക. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് വേണം ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ 13-ാമത്തെ ആഴ്ചയിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നുമുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് കുറച്ച് ടോപ്പിക്കുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സ് ആയിട്ടുള്ള പേ ബാക്ക്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക്, അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്, നെറ്റ് പ്രസന്റ് വാല്യൂ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു പോർഷൻ കവർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾ ഓരോ ഇക്വേഷൻസും വളരെ വിശദമായിട്ട് പഠിച്ചു പോകണം. കാരണം ഒരുപാട് സ്റ്റുഡൻസിന് ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നുള്ള കാരണം കൊണ്ട് മാർക്ക് പോയിട്ടുള്ള ഒരു പോർഷൻ കൂടിയാണ്. അപ്പൊ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിന്റെ തിയറി വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം ഇക്വേഷൻസ് നല്ല രീതിയിൽ തന്നെ എഴുതി കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആൻഡ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ 2 ദിവസങ്ങളായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അസസിങ് റിസ്ക്കും ഈ ഒരു കാലയളവിൽ നിങ്ങൾ പഠനവിധേയമാക്കുക. ഇനി 3-ാമത്തെയും 4-ാമത്തെയും ദിവസം എന്ന് പറയുന്നത് ഈ 2 ദിവസങ്ങളിലായിട്ട് പ്രോബബിലിറ്റി അനാലിസിസിനായിട്ട് മാറ്റിവെക്കുക. പ്രോബബിലിറ്റി അനാലിസിസിനോടൊപ്പം തന്നെ നമ്മൾ റേഷ്യോ അനാലിസിസും പറഞ്ഞു പോയല്ലോ. അപ്പൊ റേഷ്യോ അനാലിസിസും പഠിക്കുന്നതിനായിട്ട് സമയം കണ്ടെത്തുക. റേഷ്യോ അനാലിസിസ് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾക്ക് എളുപ്പം ക്യാച്ച് ചെയ്യാൻ സാധിക്കും. എന്നാലും ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതായത് കൊണ്ട് തന്നെ ഓരോ ഇക്വേഷൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി പഠിച്ചു പോകേണ്ടതാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും പ്രോബബിലിറ്റി അനാലിസിസിനകത്ത് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടഡ് മെത്തേഡ്, മോണ്ടി കാർലോ സിമുലേഷൻ മെത്തേഡ്, ഡിസിഷൻ ട്രീ അനാലിസിസ്, സിനേറിയോ അനാലിസിസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ലീസ് ഫിനാൻസിങ്ങും പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഒന്നുകിൽ 4-ാമത്തെ ദിവസമോ ആഴ്ചയിലെ 4-ാമത്തെ ദിവസമോ അല്ലെങ്കിൽ ആ 4-ാമത്തെ ദിവസത്തിന്റെ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലോ റേഷ്യോ അനാലിസിസിനായിട്ട് മാറ്റിവെക്കുക. അതായത് ഒരു ദിവസത്തിന്റെ പകുതി മതി ഈ ഒരു റേഷ്യോ അനാലിസിസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സാമിനും അതുപോലെ തന്നെ റിവൈസ് ചെയ്യുമ്പോഴും കുറെ കൂടിയൊക്കെ ഉപകാരപ്രദമായിട്ട് മാറും. അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാന്റെ പകുതി മാസങ്ങൾ, അതായത് 3 മാസങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് 13-ാമത്തെ ആഴ്ചയിലെ 5th ഡേ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ച കാര്യങ്ങളെല്ലാം റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ബാക്കി 2 ദിവസങ്ങൾ, അതായത് ആ ഒരു ആഴ്ചയിലെ അവസാനത്തെ 2 ദിവസങ്ങൾ നിങ്ങൾ മാറ്റിവെക്കേണ്ടത് മെഗാ റിവിഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ മെഗാ റിവിഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുള്ള ഈ 5 മൊഡ്യൂളുകളെയും ഒന്നിച്ച് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു പബ്ലിക് മോഡൽ എക്സാംസിന്റെ സഹായത്തോടു കൂടിയിട്ട് റിവിഷൻ നടത്താം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ സ്വന്തമായി തയ്യാറാക്കിയിട്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ നോളജ് ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ വീക്ക് പൊസിഷൻസ് ഏതൊക്കെയാണോ ആ പോർഷൻസ് കുറേയേറെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അങ്ങനെ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിന് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഹായ് ഡിയേഴ്സ്, അപ്പൊ നമ്മൾ ഇന്ന് ടോസ് അക്കാഡമിയുടെ ഒരു 6 month HSSTയുടെ ഒരു സ്റ്റഡി പ്ലാനിന്റെ ഒരു ജേർണി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരുന്നത്. അപ്പൊ നമ്മൾ ഈ 6 month സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് 2 ഹാഫ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് 3 monthsനുള്ള എന്തൊക്കെ മൊഡ്യൂൾസ് ആണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പോർഷൻസ് കവർ ചെയ്യേണ്ടത്, റിവിഷൻസ് എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. നെക്സ്റ്റ് ഹാഫ് ആയിട്ടുള്ള 3 monthsൽ ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് കവർ ചെയ്യേണ്ടത് നമുക്ക് നോക്കിയാലോ. ഓക്കെ, നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 ഏതാ റിസർച്ച് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ആൻഡ് മൊഡ്യൂൾ 3 പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്, ആൻഡ് മൊഡ്യൂൾ 4 ഇൻകം ടാക്സ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, then module 7 international business and finance, and the last module 8 management and organizational behavior. അപ്പൊ നമ്മുടെ ലാസ്റ്റ് 3 monthsൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന 5 മൊഡ്യൂൾസുകൾ ഇവയൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് മൊഡ്യൂൾസ് എങ്ങനെയൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയാലോ. ലെറ്റ്സ് ഡു. നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ നമ്മളിപ്പോ എടുത്തു വെച്ചിട്ടുള്ള ഒരു ടെനേറ്റീവ് ആയിട്ടുള്ള ഒരു സിലബസ് ആണിത്. ആ സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഓർക്കും 6 monthsലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എക്സാം 6 monthsൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നൊരു വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ സിലബസ് എങ്ങനെയാണ് കവർ ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കാം. നമ്മള് 3 monthsൽ വീക്ക് 13 വരെയാണ് നമ്മൾ കവർ ചെയ്തത്. ഇനി നമ്മൾ മന്ത് 4 തൊട്ട് വീക്ക് 14 മുതലാണ് നമുക്കിനി വീക്ക് 14 ടു വീക്ക് 26 വരെയുള്ള പ്ലാനുകളിലേക്ക് പോകാം. അപ്പൊ വീക്ക് 14ലാണ് നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. എങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ 1, 2 ഡേ 1 and 2 നമുക്ക് എന്ത് തുടങ്ങാം, നമ്മുടെ സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ഹിസ്റ്ററി, അതിന്റെ ടൈപ്സ്, പ്രോസസ്, സ്കെയിലിംഗ്, അങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ നമുക്ക് ആദ്യത്തെ 2 ദിവസം ഒന്ന് പഠിച്ചു വരാം. കഴിഞ്ഞ് നമുക്ക് അടുത്ത 2 ദിവസമോ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, റിസർച്ച് ഡിസൈൻസിന്റെ ടൈപ്പ്, ഡേറ്റ ടൈപ്പ്, സാമ്പിളിങ്ങിന്റെ ടൈപ്സ്, വേരിയബിൾസ്, അങ്ങനെ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അടുത്ത 2 ദിവസം നോക്കാം. ഓക്കെ, അടുത്ത 5 and 6 വരുമ്പോൾ അതുപോലെ റിസർച്ച് ഹൈപ്പോത്തസിസ്, പാരാമെട്രിക്, നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ, ഡേറ്റ അനാലിസിസ് എങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതിന് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അടുത്ത ദിവസങ്ങളിൽ. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യത്തെ 6 ദിവസം അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ
ആ വീക്കിന്റെ ലാസ്റ്റ് ദിവസം നിങ്ങൾ ഈ പറയുന്ന മൊഡ്യൂളുകളൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയും മൊഡ്യൂളിലെ പാർട്ടുകൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ നമുക്ക് വീക്ക് 14 സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാവുന്നതാണ്. റിസർച്ച് മെത്തഡോളജി. ഓക്കെ, അപ്പൊ വീക്ക് 14 കൊണ്ട് നമ്മുടെ റിസർച്ച് തീരുന്നില്ല. റിസർച്ച് എന്ന് പറയുന്നത് ഒരു വലിയ മൊഡ്യൂളാണ്. അപ്പൊ നമുക്കത് ഒരുപാട് സമയം വേണ്ടത്, നമുക്ക് ഒരുപാട് സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് റിസർച്ച്. അപ്പൊ നമുക്ക് ടൈം എടുത്ത് പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പൊ വീക്ക് 14 എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലെ. ഇനി നമുക്ക് വീക്ക് 15 പോയാലോ. ഓക്കെ, വീക്ക് 15 വരുന്ന സമയത്ത് നമുക്ക് 14 തന്നെ നമുക്ക് റിസർച്ചിന്റെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, നമ്മൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീക്ക് 15 ഡേ ആൻഡ് 1 2 നമുക്ക് മെഷേഴ്സിനെ പറ്റിയിട്ട് യൂണിവേരിയന്റ്, ബൈവേരിയന്റ്, മൾട്ടിവേരിയന്റ് അങ്ങനെയുള്ള മെഷേഴ്സ്, സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ്, ഡിസ്പെർഷൻ, കോറിലേഷൻ, റിഗ്രഷൻ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നോക്കാം. ആൻഡ് 3 and 4 നമ്മുടെ ടെസ്റ്റുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, മാസ്റ്റർ ഫോളോയിങ് കാര്യങ്ങളിലൊക്കെ ചോദിക്കുന്ന നമ്മുടെ ടെസ്റ്റുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തറവായിട്ട് നമ്മൾ അറിയണം അല്ലെ. ടി ടെസ്റ്റ്, സ്കൈസ്ക്വയർ ടെസ്റ്റ്, ഫാക്ടർ അനാലിസിസ്, റിഗ്രഷൻ, അസംഷൻ, ടൈപ്സ് ഓഫ് റിഗ്രഷൻ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കുക. ഓക്കെ, അടുത്ത് 5 and 6 വരുമ്പോൾ നമ്മുടെ അനോവയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനോവയും നമ്മുടെ സിലബസിൽ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, ഇടയ്ക്കൊക്കെ വെച്ച് നമ്മുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എക്കണോമെട്രിക്സ്. എക്കണോമെട്രിക്സ് നോക്കേണ്ട ദിവസമാണ് 5 week 15 5 and 6. എക്കണോമെട്രിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡൽസും മെത്തഡോളജികളും ഒക്കെ നോക്കണം. ഡേ 7 വരുമ്പോൾ ഈ പറയുന്ന നമ്മൾ പഠിച്ച മെഷേഴ്സും നമ്മുടെ ടെസ്റ്റുകളും നമ്മുടെ അനൂവയും എക്കണോമെട്രിക്സും ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ 14 15 ആയപ്പോ തന്നെ നമ്മുടെ മേജർ പോർഷൻ ഓഫ് റിസർച്ച് എന്ത് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വീക്ക് 16 റിസർച്ചിന്റെ ഏതൊക്കെ പാർട്ടാണ് കവർ ചെയ്തതെന്നൊന്ന് നോക്കിയാലോ. വീക്ക് 16 എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് നോക്കുന്ന ലാസ്റ്റ് വീക്കാണ്. നമ്മൾ 3 വീക്ക് കൊണ്ടാണ് നമ്മൾ റിസർച്ച് കവർ ചെയ്യുന്നത്. അപ്പൊ വീക്ക് 16 ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് കോംപ്ലക്സീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്, റിഗ്രഷന്റെ തന്നെ സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്ന ടൈപ്പ്, ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പിന്നെ കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ റിപ്പോർട്ട് റൈറ്റിംഗ്, ALA, MLA ഫോമാറ്റ്, റെഫറൻസ് എഴുതുക, ബിബിലിയോഗ്രഫി എഴുതുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമാറ്റ്, എങ്ങനെയാണ് സൈറ്റേഷൻ കൊടുക്കേണ്ടത്, അതിന്റെ റൂൾസ്, പിന്നെ പ്ലഗാരിസം, എങ്ങനെയാണ് പ്ലഗാരിസം ഓവർകം ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു കോമൺ ടോപ്പിക്ക് നോക്കാം. ലാസ്റ്റ് ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുകയും അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനും എളുപ്പമായിട്ടുള്ള ഒരു ഏരിയ ആണ് റിസർച്ച് എത്തിക്സ്, അതിന്റെ സൈറ്റേഷന് ഇമ്പാക്ട് ഫാക്ടർ. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ വന്നപ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളത് നോക്കി, ഈസി ആയിട്ടുള്ളത് നോക്കിയാണ് നമ്മൾ വീക്ക് 16 അവസാനിപ്പിക്കുന്നത് റിസർച്ചിൽ. ഓക്കെ, അപ്പൊ നമ്മൾ റിസർച്ച് വീക്ക് 14 15 16 ഈ 3 വീക്ക് കൊണ്ടാണ് നമ്മൾ റിസർച്ച് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ട് പഠിച്ചു വരികയും രണ്ടാമത്തെ വീക്കിൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്യുകയും പിന്നെ മൂന്നാമത്തെ വീക്കിൽ കോംപ്ലക്സും സിമ്പിളും ഒക്കെ കൊണ്ടൊരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ റിസർച്ച് പഠിച്ച് തീർക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് റിസർച്ച് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത സബ്ജക്റ്റിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ മന്ത് 4 അവിടെ അവസാനിക്കുന്നില്ല, ഇനിയും ഉണ്ട് മന്ത് 4 സമയം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന റിസർച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് കവർ ചെയ്യാനുള്ളത് മൊഡ്യൂൾ 3 ആയിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പൊ അതിന്റെ സിലബസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തിയറീസും മോഡൽസും ഫോർമുലാസും ഒക്കെ പഠിക്കേണ്ട ഒരു ഏരിയ കൂടെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. പക്ഷെ റിസർച്ചിനെ പോലെ ഒരുപാട് നമുക്ക് അങ്ങനെ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഇതിനകത്ത് ഇല്ല. നമുക്ക് അത്രയും റിസർച്ച് പഠിച്ച അത്രയും സമയം നമുക്ക് ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മന്ത് 4 ഒരു വീക്ക് നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് പഠിച്ചു തുടങ്ങാം. ആദ്യത്തെ 2 ദിവസം നമ്മൾ എന്ത് ചെയ്യാം, അനാലിസിസും തിയറിയും നമ്മൾ മുന്നേ ഒക്കെ പഠിച്ച അതൊന്ന് പൊടിതട്ടി എടുക്കുക. നമ്മുടെ സെക്യൂരിറ്റി അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, നമ്മുടെ എഫിഷ്യന്റ് മാർക്കറ്റ് തിയറി, ഹൈപ്പോത്തസിസ് തിയറി, അതൊക്കെ ഒന്ന് പഠിക്കുക.
ഇത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള CAPM മോഡൽ. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ എക്സാംസ് ഇല്ലാന്ന് തന്നെ പറയാം. നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡേ 1, 2 തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഡേ 3 and 4 വരുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി, അതിന്റെ അസംഷൻസ്, അതിന്റെ കൺസ്ട്രക്ഷൻ പ്രോസസ്സ്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് മോഡലാണ് നമ്മുടെ ഷാർപ്പ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ. ഇതൊക്കെ നമുക്ക് ആ ഡേയിൽ നോക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ഡേ 5 and 6 വരുമ്പോഴോ നമ്മുടെ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോയുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, റിസ്കി അസറ്റ് ഏതൊക്കെയാണ്, റിസ്ക് ഫ്രീ അസറ്റ് എന്താണ്, അതിന്റെ കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ലെൻഡിങ്, ബോറോയിങ്, ആ കോൺസെപ്റ്റുകൾ എങ്ങനെ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം CAPL മോഡൽ പഠിച്ചെങ്കിലും അതിന്റെ ആപ്ലിക്കേഷൻ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. എന്താണ് SML, CML, സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനും ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനും. ഇതൊക്കെ നമുക്ക് ഫിഗർ ഒക്കെ വരച്ച് തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു വീക്കിൽ തന്നെ നമ്മൾ മേജർ തിയറീസ് ഒക്കെ പഠിച്ചു കഴിയും. നമ്മുടെ CAPM, മാർക്കോവിറ്റ്സും സിംഗിൾ ഇൻഡെക്സും അതുപോലെ തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ, പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഫസ്റ്റ് വീക്ക്, പോർട്ട്ഫോളിയോയുടെ ഫസ്റ്റ് വീക്ക് ആയിട്ടുള്ള മന്ത് 4ന്റെ ലാസ്റ്റ് വീക്ക് നമുക്ക് കവർ ചെയ്യാം. അപ്പൊ തന്നെ അതങ്ങ് നമുക്ക് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, ആ ഒരു മാസം അങ്ങ് പോയി കിട്ടി. അടുത്ത് നമുക്ക് മന്ത് 5 ആയി. ഓക്കെ, അപ്പൊ നമുക്ക് 2 മാസമേ കയ്യിലുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ വീക്ക് 18 ആകുമ്പോൾ അതിന്റെ ബാക്കിയുള്ള കുറച്ച് മോഡൽസുകൾ പഠിക്കാനുണ്ട്. അത് എടുക്കുക. ഫാക്ടർ മോഡല്, ഫാർമ ഫ്രണ്ട്സ് 3 ഫാക്ടർ മോഡല്, അതുപോലെ തന്നെ ആർബിട്രേജ് പ്രൈസിംഗ് മോഡൽ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പോർട്ട്ഫോളിയോയുടെ റിസ്ക്, ഇവാലുവേഷൻ, റിവിഷൻ, ഇതൊക്കെ ഒന്ന് പഠിക്കുക. അത് കഴിഞ്ഞ് ഫോർമുല പ്ലാനുകളുണ്ട്, അതിനെപ്പറ്റി പഠിക്കണം. അത് പഠിക്കാതെ പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പെർഫോമൻസ് ഇവാലുവേഷൻ, ബെഞ്ച് മാർക്ക് എന്നൊക്കെ പറയുന്ന കുറെ ടേമുകൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റേഷ്യോസ് ഉണ്ട്. ഷാർപ്പ് റിവാർഡ് ടു വേരിയബിലിറ്റി റേഷ്യോ, ട്രെയിനർ റിവാർഡ് ടു വോൾട്ടാലിറ്റി റേഷ്യോ, അതുപോലെ ജെനിസൺസ് പെർഫോമൻസ് ഇൻഡെക്സ്, ഫാമേഴ്സ് ഡീകമ്പോസിഷൻ മോഡൽ. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് പഠിക്കാം. ഈ 5, 6 വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള നമ്മുടെ ഡെറിവേറ്റീവ്സ് മാർക്കറ്റിലോട്ട് വരാം. ഡെറിവേറ്റീവിന്റെ ഹിസ്റ്ററി, ബെനിഫിറ്റ്, ക്ലാസിഫിക്കേഷൻ, അതിൽ അണ്ടർലൈൻ ചെയ്യുന്ന അസറ്റ്, അതിന്റെ മാർജിനൽ സെറ്റിൽമെന്റ്, പിന്നെ കോൺട്രാക്ട്, സ്വാപ്പ്, ഫ്യൂച്ചർ ഫോർവേഡ് സ്വാപ്പ് കോൺട്രാക്ട്, ഇത് യൂസ് ചെയ്ത് നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറച്ച് നമുക്ക് പഠിക്കാൻ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ പഠിച്ചു തീരുന്ന സമയത്ത് 5 and 6 നമുക്ക് പഠിക്കാം. അതുവരെ നമ്മൾ വീക്ക് 17ലും 18ലും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡൽസ്, തിയറീസും റേഷ്യോസും ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് പോർട്ട്ഫോളിയോ കവർ ചെയ്യാൻ പറ്റും. ഇതിൽ ലാസ്റ്റ് 5 and 6 നമ്മുടെ ഡെറിവേറ്റീവ്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മുടെ പോർട്ട്ഫോളിയോ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ മന്ത് 5 സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്തു? മന്ത് 4, 5 വെച്ച് തന്നെ നമ്മൾ റിസർച്ച് പോർട്ട്ഫോളിയോ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ബാക്കി 3 മൊഡ്യൂൾസും കൂടെ എന്ത് ചെയ്യുന്നുള്ളൂ? റിമൈനിങ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്കിനി അതും കൂടെ ഒന്ന് കവർ ചെയ്യാം. അടുത്തത് നമ്മുടെ ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ പലരും സ്കിപ്പ് ചെയ്യുന്നതാണ്. കാരണം പ്രോബ്ലംസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, സെക്ഷൻസ് മാറിപ്പോകും. അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് GST കൂടെ വന്നപ്പോൾ ഒട്ടുമേ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പലരും സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്നത്. നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ കവർ ചെയ്ത്, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമുക്ക് അത് ഓരോന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്ത് തന്നെ ചെയ്യാം. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇനി മന്ത് 5 ഇനി സമയമുണ്ട്. ഓക്കെ, അപ്പൊ മന്ത് 5 അടുത്ത വീക്ക് നമ്മൾ പോർട്ട്ഫോളിയോയിൽ പോയി. അപ്പൊ അടുത്ത ഇനി വീക്ക് ഉണ്ട്. അതിൽ നമുക്ക് ഇൻകം ടാക്സിന്റെ ഫസ്റ്റ് 2 ഡേയിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒക്കെ പഠിക്കാം. എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഇൻസിഡൻസ് ഓഫ് ടാക്സ്, എന്തൊക്കെ ഇൻകംസ് ആണ് എക്സംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഹെഡും കൂടെ പഠിക്കാം. ഏതാണ്? ഇൻകം ഫ്രം സാലറി, അതുമായിട്ട് ബന്ധപ്പെടും അലവൻസ്. നമ്മൾ ഓരോ ഹെഡും പഠിക്കുമ്പോൾ നമ്മൾ എന്തും കൂടെ ചെയ്യേണ്ടതുണ്ട് അവിടെ? അതിന്റെ ഫോമാറ്റും കൂടെ പഠിക്കുക. ഫോമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാലും നമുക്ക് ലാസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 ദിവസം നമ്മൾ അങ്ങനെ ഒരു ഹെഡും പഠിച്ചു, കുറച്ച് ഇൻട്രൊഡക്ഷനും പഠിച്ചു. അടുത്ത 2 ദിവസം വരുമ്പോൾ അടുത്ത എത്ര ഹെഡ് പഠിക്കേണ്ടതായിട്ടുണ്ട്? അടുത്ത 2 ഹെഡ് നമ്മൾ പഠിക്കണം. ഹൗസ് പ്രോപ്പർട്ടിയും പഠിക്കണം, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ആ 2 ഹെഡും പഠിക്കുക.
അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഡിപ്രിസിയേഷൻ, ബ്ലോക്ക് ഓഫ് അസറ്റ്, അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരികയും ചെയ്യുന്നതെല്ലാം നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ സെക്ഷൻസ് ഒന്നും മറന്നു പോകാതെ നോട്ട് ചെറിയ ചെറിയ നോട്ടുകളാക്കി അത് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ആ ഫോമാറ്റും അതുപോലെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒന്നാണ്. ഇനി നമുക്ക് എത്ര ഹെഡും കൂടെ ഉണ്ട്? 5 ഹെഡില് ബാക്കി 2 ഹെഡുകളും കൂടെ ഉണ്ട്. അതും അടുത്ത 2 ദിവസങ്ങളായിട്ട് നമുക്കത് പഠിക്കാം. അതിനോടൊപ്പം നമുക്ക് എന്തും കൂടെ നോക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നു, ടോട്ടൽ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നു, എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ട് എന്നും കൂടെ നോക്കാം. അപ്പൊ ഈ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ 5 ഹെഡും ഇൻട്രൊഡക്ഷനും ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം, ഡിഡക്ഷൻ ഇത്രയും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മേജർ പോർഷൻ കഴിഞ്ഞല്ലോ. ഇൻകം ടാക്സിന്റെ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു. എന്നിട്ട് ലാസ്റ്റ് ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു വീക്കിൽ നമുക്ക് ഇൻകം ടാക്സ് ഭംഗിയായിട്ട് അവിടെ തീർക്കാനായിട്ട് സാധിക്കും. ഇനിയുണ്ട് കുറച്ച് കോൺസെപ്റ്റുകൾ. ഏതൊക്കെയാണ്? ക്ലബിങ്, ക്യാരി ഫോർവേഡ്, സെറ്റ് ഔട്ട്, സെറ്റ് ഓഫ്, അതായത് എവിടെ നിന്ന് ഏതൊക്കെ ഇൻകത്തിൽ നിന്നും ഏതൊക്കെ ലോസ് ഏതൊക്കെ ഇൻകത്തിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം, എത്ര ഇയേഴ്സ് ആണ് നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. അതുപോലെ കമ്പനി, HUF, ഫേം, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതിന്റെ എല്ലാം അസസ്മെന്റ് പഠിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് ടേമുകളാണ് പഠിക്കാനുള്ളത്. ടാക്സ് പ്ലാനിങ്, മാനേജ്മെന്റ്, അവോയ്ഡൻസ്, ടാക്സ് ഇവേഷൻ, ഇതൊക്കെ ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള പ്രിക്കോഷൻസ്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, അതിന്റെ ലിമിറ്റേഷൻസ്, ടാക്സ് ഓഡിറ്റ്, പിന്നെ TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സും ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സും, ഇങ്ങനെയുള്ള കുറച്ച് ടേംസ്, അഡ്വാൻസ് പേയ്മെന്റ്, ഇതൊക്കെ നമുക്ക് 2 ദിവസം കൊണ്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻകം ടാക്സ് അതോറിറ്റീസ് എങ്ങനെയാണ് അതിന്റെ ആ ഒരു ചാർട്ട്, ടൈപ്സ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് അസസ്മെന്റ് എന്താണ്, പിന്നെ നമ്മുടെ പഠിക്കുന്ന ഇൻഡയറക്ട് ടാക്സ് എന്താണെന്നും ജസ്റ്റ് നോക്കി വയ്ക്കാം. ഇത്രയാവുമ്പോൾ തന്നെ അടുത്ത വീക്ക് അങ്ങ് കഴിയും. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള റിവിഷൻസ് നോക്കാം അല്ലെ, റിവിഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് സത്യം പറഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മേജർ പോർഷൻ കഴിഞ്ഞ് നമുക്ക് എന്തുമാത്രം നോക്കിയാൽ മതി? അടുത്ത വീക്കില് GST കൂടെ നോക്കിയാൽ മതി. ഒരു വീക്ക് മതി നമുക്ക് GST ഒന്ന് നന്നായിട്ട് പഠിക്കാനായിട്ട്. ഓക്കെ, നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് GST പഠിക്കുന്ന ലാസ്റ്റ് വീക്കാണ്. ഇവിടെ നമുക്ക് GST പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ. ആദ്യത്തെ 2 ദിവസം GSTയുടെ സ്റ്റേജസ് എന്താണ്, GST എങ്ങനെയാ വന്ന, എവല്യൂഷൻ എങ്ങനെയാണ്, GST ബില്ലിന്റെ കാര്യങ്ങളും, GST കൗൺസിൽ ആരൊക്കെയുണ്ട്, എന്തിനാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതുകൊണ്ടുണ്ടായ ചലഞ്ചസ്, ബെനിഫിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അത് കഴിഞ്ഞ് GSTയുടെ ഫ്രെയിം വർക്ക്, ടൈപ്സ്, അതിന്റെ പോർട്ടല്, സ്കോപ്പ്, അങ്ങനെയുള്ളതൊക്കെ അടുത്ത 2 ദിവസം നമുക്ക് നോക്കാം. പിന്നെ എങ്ങനെയാണ് GST ലെവി ചെയ്യുന്നത്, അതെങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ വാല്യൂ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ, ഇൻകം ടാക്സ് ക്രെഡിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത 2 ദിവസം. അപ്പൊ അതോടൊപ്പം GST തീരുകയാണ്. പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മള് മന്ത് 5 ആയപ്പോ തന്നെ നമ്മൾ എന്ത് കഴിഞ്ഞു? നമ്മുടെ ഇൻകം ടാക്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 4ലും 5ലും കൂടെ നമ്മൾ റിസർച്ച് നോക്കി, പോർട്ട്ഫോളിയോ നോക്കി, ഇൻകം ടാക്സ് നോക്കി. ഇനി നമുക്കുള്ളത് 1 മാസമാണ്. ഓക്കെ, ആ 1 മാസം കൊണ്ട് നമുക്ക് ഇനിയും 2 മൊഡ്യൂൾസുകൾ കവർ ചെയ്യാനുണ്ട് അല്ലേ? അപ്പൊ അതെങ്ങനെയാണ്, അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒന്നും കൂടെ നോക്കാം. നമുക്കിനി 1 മാസവും 2 മൊഡ്യൂളുകളും ഉണ്ട്. അതിൽ ഒരു മൊഡ്യൂൾ ഏതാണ്? ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ്. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്, പക്ഷെ നമുക്ക് പഠിക്കാം. ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഡെറിവേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പോർട്ട്ഫോളിയോയിലും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വീക്ക് 22 നമ്മൾ 6 മന്ത്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർനാഷണൽ ബിസിനസിന്റെ സ്റ്റേറ്റസ് എന്താണ്, ഇന്റർനാഷണൽ ബിസിനസ് വരുമ്പോൾ അതിന്റെ ഓരോ സ്റ്റേജസ് എങ്ങനെയാണ് നമ്മൾ ബിസിനസ്, മെത്തേഡ് ഓഫ് എൻട്രി എങ്ങനെയാണ്, ഫ്രാഞ്ചൈസിങ് എന്താണ്, ജോയിന്റ് വെഞ്ചർ എന്താണ്, സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്, സബ്സിഡറി, അക്വിസിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ് തുടങ്ങാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ടേമുകൾ, ഇമ്പോർട്ടന്റ് ഇൻട്രൊഡക്ഷൻസും ഒക്കെ നമ്മൾ ആദ്യത്തെ 2 ദിവസം നോക്കി. ഇനി അടുത്തതായിട്ട് എക്സാമിന് ചോദിക്കുകയും എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുകയും ഇമ്പോർട്ടന്റും ആയിട്ടുള്ള കുറെ ടേമുകളുണ്ട് അല്ലെ, കുറെ റീജിയണൽ ഇന്റഗ്രേഷൻസ് ഉണ്ട്. ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, എക്കണോമിക് യൂണിയൻ, റീജിയണൽ ബ്ലോക്സ് അല്ലെ, നമ്മുടെ നാഫ്റ്റ, എക്കണോമിക് യൂണിയൻ, സാർക്ക്, ASEAN,
ഒപ്പേക്ക്. ഇതിന്റെ ഓരോന്നിന്റെയും നമ്മൾ ഏത് കൺട്രീസിനെയാണ് സൂചിപ്പിക്കുന്നത്, എത്ര കൺട്രീസ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, ഓരോന്നിന്റെയും ഒബ്ജക്റ്റീവ് എന്താണ്, ഇതൊക്കെ ചെറിയ നോട്ടുകളാക്കി വെച്ച് തന്നെ പഠിക്കുക. പിന്നെ ഡെവലപ്പിംഗ് കൺട്രീസും ഡെവലപ്ഡ് കൺട്രീസിനെയും പറ്റി കൂടെ നമ്മൾ പഠിച്ചിരിക്കുക. അടുത്ത 5 and 6 ഫസ്റ്റ് വീക്കിലെ ലാസ്റ്റ് 2 ദിവസം വരികയാണ്. അപ്പം നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് പഠിക്കാനുള്ള സമയമാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ്, ബാലൻസ് ഓഫ് ട്രേഡ്, അതിന്റെ ഡിസിക്വിലിബ്രിയം വരുന്നത് എപ്പോഴാണ്, ആ ഡിസിക്വിലിബ്രിയത്തിന്റെ കാരണം എന്താണ്, നമുക്ക് എങ്ങനെയൊക്കെ അതിനെ കറക്റ്റ് ചെയ്യാം. കൂടാതെ നമ്മുടെ IMF, വേൾഡ് ബാങ്കിന്റെ അഫിലിയേറ്റ്സ് ഒരുപാട് പേരുണ്ട് അല്ലെ, മിക അങ്ങനെയുള്ള കുറച്ച് അഫിലിയേറ്റ്സ് ഉണ്ട്, അവരുടെ കാര്യങ്ങളും കൂടി പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ FPI, FII അല്ലെ, നമ്മുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, യൂറോപ്യൻ കൂപ്പൺ ബോണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് 5 and 6. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഡേ 7 റിവൈസ് ചെയ്യാം. ഇന്റർനാഷണൽ ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയയൊക്കെ നമ്മൾ ഒരു വീക്കിൽ നോക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീക്കിലോട്ട് പോവാം. അപ്പൊ ഈ ഒരു വീക്കിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഈ ഒരു വീക്കോട് കൂടി നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ് അവസാനിപ്പിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 2 ദിവസം എന്ത് ചെയ്യുക, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതായത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, അവിടെ സ്വിഫ്റ്റ് മെക്കാനിസം വരുന്നുണ്ട്, സ്പോട്ട് ആൻഡ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ്, മോഡൽസ്, അതൊക്കെ പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് വേറെ കുറച്ച് തിയറി മോഡലും ഉണ്ട്. ഏതൊക്കെയാണ്, പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി, അസറ്റ് മാർക്കറ്റ് മോഡൽ, ബാലൻസിംഗ് മോഡൽ, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് റുപ്പി, അതിന്റെ കാര്യങ്ങൾ, പിന്നെ റീസെന്റ് ആയിട്ട് വന്ന ട്രെൻഡ്സ്, പുതിയ കാര്യങ്ങൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡേ 6 നമ്മൾ മുന്നേ പഠിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചൊരു കാര്യമാണ് ഹെഡ്ജിങ്, ഫ്യൂച്ചർ ഫോർവേഡ്, സ്വാപ്പ്, ഓപ്ഷൻസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അതൊന്നും കൂടെ നമുക്ക് പഠിക്കാം ഡേ 5 and 6. ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ ടൈപ്സ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് 5 and 6 നോക്കാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഇവിടെ തീരുകയാണ്. നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് അത് തീർത്തത് നോക്കിക്കേ, 2 വീക്ക് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് കിടക്കും. അപ്പൊ 2 വീക്ക് കൊണ്ട് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ് പഠിച്ച് തീർക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ 6 മാസത്തിലെ 182 ദിവസത്തിനകത്ത് നമുക്ക് കവർ ചെയ്യേണ്ട മേജർ പോർഷനും കഴിഞ്ഞു കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ളത് 3 ആഴ്ചകളാണ്. ഈ 3 ആഴ്ച നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, നമ്മുടെ മേജർ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ആഴ്ചകളാണ്. അപ്പൊ നമുക്ക് ഈ ഒരു മൊഡ്യൂളെ കവർ ചെയ്യാനുള്ളൂ. ആ ഒരു മൊഡ്യൂൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് കവർ ചെയ്യാൻ പറ്റും ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ. ഏതാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്? മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓക്കെ, അപ്പൊ അത് നമുക്ക് കവർ ചെയ്യാം. ഇപ്പൊ വീക്ക് 24 എടുക്കുമ്പോൾ നമുക്ക് അത് മുമ്പേ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ, എവല്യൂഷൻ ഓഫ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സ്, കോൺട്രിബ്യൂട്ടേഴ്സ്, മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാര്, പിന്നെ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ്, പിന്നെ ജപ്പാനീസ് ആൻഡ് കൊറിയൻ മാനേജ്മെന്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, പിന്നെ ടേംസ്, ബെഞ്ച് മാർക്ക്, കൈസൺ പോസ്റ്റിംഗ്, അങ്ങനെയുള്ള കുറേ നമുക്ക് നോക്കാൻ എളുപ്പമുള്ളതൊക്കെ ഡേ 1 and 2 നോക്കും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ആയിട്ടുള്ള തിയറീസ് വരുന്ന ലീഡർഷിപ്പ് തിയറീസ്, മോട്ടിവേഷണൽ തിയറീസ്, അതൊക്കെ പഠിക്കാം. ബോട്ടം ഓഫ് പിരമിഡ് അപ്രോച്ച്, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചലഞ്ചസ്, ഓപ്പർച്യൂണിറ്റീസ്, കോർ കോമ്പീറ്റൻസ്, ഇതൊക്കെ അടുത്ത ഡേ നോക്കും. അടുത്ത 5 and 6 നമ്മൾ HRM വേണ്ടി മാറ്റിവെക്കുക. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സ്കോപ്പ്, ഫങ്ഷൻസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടേം, ജോബ് അനാലിസിസ്, ഇവാലുവേഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ വരുന്ന കുറച്ച് ടേമുകൾ. പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി തിയറിയുടെ ആട്രിബ്യൂട്ട്സ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ആറ്റിറ്റ്യൂഡ്, വർക്ക് അണ്ടർ സെൽഫ് വാല്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു വീക്ക് കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഒരു അടുത്തൊരു വീക്കും കൂടെ ആവുമ്പോൾ നമ്മുടെ മാനേജ്മെന്റ് അവിടെ എന്ത് ചെയ്യാൻ നമുക്ക് അവസാനം. അപ്പൊ നമ്മൾ HRF തന്നെയുള്ള കുറച്ച് ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. ഗ്രൂപ്പ് ഡൈനാമിക്, ആ ഗ്രൂപ്പിന്റെ ഇടയിലുള്ള ഇന്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, വർക്കിന്റെ ക്വാളിറ്റി, വർക്ക് ലൈഫ് ബാലൻസ്, അങ്ങനെയുള്ളതൊക്കെ ആദ്യത്തെ 2 ദിവസം കൊണ്ട് നമുക്ക് നോക്കാം. അടുത്ത 2 ദിവസം വരുമ്പോൾ ആ ഓപ്പറേറ്റിംഗ് ഗ്രൂപ്പ്, വർക്ക് ബിഹേവിയർ, ടീം മാനേജ്മെന്റ്, സ്റ്റൈൽസ് ആൻഡ് സ്കിൽസ്, ലീഡർഷിപ്പ്, ഓർഗനൈസേഷണൽ കട്ട്സ്, അങ്ങനെയൊക്കെയുള്ള ടേമുകൾ നമുക്ക് വായിക്കാനായിട്ട് അടുത്ത 2 ദിവസം മതി. ഓക്കെ, ഇനി ലാസ്റ്റ് 2 ദിവസം നമുക്ക്
DQM ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പില്ലേഴ്സും എലമെന്റ്സും ഒക്കെ നോക്കേണ്ടതാണ് അടുത്ത 2 ദിവസം. അപ്പൊ നമുക്ക് അതോടുകൂടി നമ്മുടെ മാനേജ്മെന്റ് തീർന്നു കഴിഞ്ഞു. നമ്മുടെ മാനേജ്മെന്റ് നമുക്ക് വളരെ ഭംഗിയായിട്ട് 2 ആഴ്ച നമുക്ക് വായിച്ചാൽ തന്നെ വളരെ ഭംഗിയായിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റും തീർന്നു. നമുക്ക് നമ്മുടെ എല്ലാ മൊഡ്യൂൾസും നമ്മൾ ഭംഗിയായിട്ട് ഡീപ്പായിട്ട് തന്നെ പഠിക്കാനായിട്ടുള്ള സമയം നമ്മൾ എടുത്ത് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരു വീക്കേ ഉള്ളൂ. അത് നമുക്ക് എന്തിനുള്ള ടൈമാണ്? യെസ്, ഇറ്റ് ഈസ് ദ ടൈം ഫോർ ഫൈനൽ റിവിഷൻ. നമ്മുടെ ലാസ്റ്റ് വീക്ക് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞ് നമുക്കിനി റിവൈസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ 2 ദിവസം എടുത്ത് ആദ്യത്തെ 3 മൊഡ്യൂൾസ് ആണ് വളരെ ഭംഗിയായിട്ട് അങ്ങ് റിവൈസ് ചെയ്യുക. ഓരോന്നായിട്ട് നമ്മൾ എഴുതി വെച്ച പോയിന്റ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ട് വായിക്കുക. അടുത്ത 2 ദിവസം അടുത്ത 3 മൊഡ്യൂളുകൾ എടുക്കുക. അതിന്റെ അടുത്ത ദിവസം നമുക്ക് ബാക്കി 4 മൊഡ്യൂളുകൾ നിൽക്കുകയാണ്. അപ്പൊ 4 മൊഡ്യൂളുകൾ നമ്മൾ വളരെ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് തന്നെ ഒന്ന് റിവൈസ് ചെയ്യുക. എന്നിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മൾ ഡേ 7 എടുത്തൊരു നല്ലൊരു മോഡൽ എക്സാമിന് എഴുതുക. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് മോഡൽ എക്സാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലാണ് പഠിക്കുന്നതെങ്കിൽ അവരുടെ മോഡൽ എക്സാംസ് എന്താണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരുങ്ങും. അപ്പൊ നിങ്ങൾക്ക് ഒരു മോഡലായി. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഉണ്ടായ വീക്ക്നെസ് പരീക്ഷയിൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ വളരെ ഭംഗിയായിട്ട് 26 ആഴ്ച കൊണ്ട് നമ്മുടെ HSST എന്ന് പറയുന്ന ആ ഒരു ജേർണി, പഠനത്തിന്റെ ആ ഒരു ജേർണി നമ്മൾ അവിടെ അവസാനിപ്പിച്ചു. 6 മന്ത്സിന്റെ പ്ലാനാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ PSC ആണ് നമുക്ക് 6 മന്ത്സിൽ ഇനി ഒരു ദിവസം പോലും കൂടുതൽ കിട്ടിയാലും നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് അല്ലെ, കൂടുതൽ മോഡൽ എക്സാംസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചിട്ടയായ പഠനക്രമം കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അതിനുവേണ്ടി നമുക്ക് ചില ടിപ്സുകൾ ഫോളോ ചെയ്യാം. അതിലൊന്നാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിവിഷൻ എന്ന് പറയുന്നത്. അതായത് റിവിഷന് പറയുന്ന സമയങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പോവുക. ദെൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്യുക. അതുപോലെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോളജ് ലെവൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ തന്നെ ഈ ഒരു പഠന കാലയളവിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൽ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന പോർഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് അല്ലെ. അങ്ങനെയുള്ള പോർഷൻസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ ടൈം ഈ ചാലഞ്ചിങ് ടോപ്പിക്കുകൾക്കായിട്ട് മാറ്റിവെക്കുക. അപ്പൊ എല്ലാവർക്കും ഈ ടോപ്പിക്കുകൾ കോമൺ ആകണമെന്നില്ല അല്ലെ. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോബ്ലം ഏരിയയിൽ ഇത്തരത്തില് വീക്ക് ഏരിയാസ് ഒന്നും കാണില്ല. എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെയല്ല, അവർക്ക് പ്രോബ്ലം ഏരിയയിലായിരിക്കാം എന്ത് ചെയ്യുന്നത്, വീക്ക് പൊസിഷൻസ് ഒക്കെ കാണുന്നത് അല്ലെ. സോ അതുകൊണ്ട് പഠിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് എക്സ്ട്രാ ടൈം കൊടുത്തത് മേക്കപ്പ് ചെയ്ത് പോവുക. അടുത്തതായിട്ട് ഗ്രൂപ്പ് സ്റ്റഡി പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് സ്റ്റഡി ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ചിലർക്ക് സെൽഫ് സ്റ്റഡി ആയിരിക്കാം ഇഷ്ടമെങ്കിൽ പോലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സുമായിട്ട് ചേർന്നുകൊണ്ട് നിങ്ങളൊരു ഗ്രൂപ്പ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റങ്ങൾ വരുന്നത്, സിലബസിലും എക്സാം പാറ്റേണിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവയെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. നിങ്ങൾ എല്ലാവരും ഒരു ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ഗൂഗിളോ ഒക്കെ തന്നെ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ അപ്ഡേഷൻ എന്ന് പറയുന്നത് അത്ര വലിയ ഒരു ടാസ്ക് ഒന്നുമല്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവുക. അപ്പൊ ഈ ഒരു 3 മാസം കാലയളവ് കൊണ്ട് നിങ്ങൾ 5 മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത 3 മാസ കാലയളവിലെ സെഷനുമായിട്ട് മറ്റൊരു മിസ്സാണ് ആ സെഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എടുത്തു തരുന്നത്. അപ്പൊ എല്ലാ സ്റ്റുഡൻസും നമ്മുടെ വെബിനാറിന് വന്നപ്പോൾ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് റെഫറൻസ് ടെക്സ്റ്റ് പറയുക എന്നുള്ളത്. അപ്പൊ റെഫറൻസ് ടെക്സ്റ്റ് നമുക്കൊരു 3 മൊഡ്യൂളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, 3 യൂണിറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജെയിൻ ആൻഡ് നരകിന്റെ ടെക്സ്റ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം UG ലെവലിലും അതുപോലെ തന്നെ PG ലെവലിലും ഇൻ കേസ് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ തന്നെ ഈ ഒരു ടെക്സ്റ്റിനെയാണ് മിക്ക ആൾക്കാരും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജെയിൻ ആൻഡ് നരകിന്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു പരിധിവരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് IM പാണ്ഡെയുടെ ലേറ്റസ്റ്റ് എഡിഷൻ ഏതാണോ ആ ടെക്സ്റ്റ് ഉപയോഗിച്ച് പഠിക്കാൻ നോക്കുക. അതുപോലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ടാക്സ്മാന്റെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുക. കാരണം ടാക്സ്മാന്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും. PG സ്റ്റുഡൻസിനും
അതേപോലെ UG സ്റ്റുഡൻസിനും ഒക്കെ റെഫറൻസിന് സജസ്റ്റ് ചെയ്യുന്ന ടെക്സ്റ്റാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള മേജർ പോർഷൻസും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 3 ടെക്സ്റ്റുകളുടെയും സഹായത്തോട് കൂടിയിട്ട് പഠനം കുറെ കൂടി യൂസ്ഫുൾ ആക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഈ 6 months ജേർണി എന്ന് പറയുന്നത് എല്ലാ ആസ്പിരൻസിനും തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് അതിന് തൊട്ട് മുകളിൽ നിങ്ങൾ ഈ SST കൊമേഴ്സ് ടീച്ചർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ നിങ്ങൾ അവിടെ ഒന്ന് കളർ പേപ്പറിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പഠിക്കുക. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ആ ഒരു പേപ്പർ കണ്ടുകൊണ്ടായിരിക്കും പഠിക്കാനിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഡ്രീമിലേക്ക് എത്താനായിട്ടുള്ള ഒരു വ്യഗ്രത കൂടും. നിങ്ങൾ അങ്ങനെ ചെന്ന് ചെയ്തു നോക്കൂ. അതുപോലെ തന്നെ ഒരു ദിവസം പോലും നിങ്ങൾ മാറ്റി വയ്ക്കരുത്. നമ്മൾ ഈ ഡേ പ്ലാനുകൾ പറയുന്ന സമയത്ത് അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫെയിലിയറിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാണ് നിങ്ങൾ എടുത്തു വെക്കുന്നത്. അപ്പൊ സക്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് ലേറ്റർ ആക്കരുത്. അത് സംടൈംസ് ലേറ്റർ ബിക്കംസ് നെവർ. ഡു ഇറ്റ് നൗ. നൗ ഇറ്റ്സെൽഫ് നമ്മൾ ചെയ്യുക. ലേറ്റർ ആയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാത്തൊരു സ്വപ്നത്തിലേക്കുള്ള ഒരു പോക്കായിരിക്കും. അപ്പൊ നിങ്ങൾ അത് ചെയ്യുക. ഇപ്പൊ സ്വന്തമായിട്ട് പഠിക്കുന്നവരായാലും ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ പഠിക്കുന്നവരായാലും ഒക്കെ തന്നെ ഈ ഒരു 6 months പ്ലാൻസ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ടോസ് അക്കാഡമിയിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളും ഇതുപോലെ നമ്മുടെ 6 months ജേർണി അനുസരിച്ച് തന്നെ നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. ഓക്കെ, അപ്പം നമ്മുടെ സിലബസ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ഒന്നും കൂടെ ഞാൻ താങ്ക്സ് പറയാണ്. കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ അത്രത്തോളം SST കൊമേഴ്സ് ഒരു ഡ്രീമായിട്ട് കാണുന്നവർ മാത്രമേ ഈ വീഡിയോ കാണത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും കണ്ട എല്ലാവർക്കും താങ്ക്സ്. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഓൾ എക്സാം ആസ്പിരൻസ്. എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ പഠിച്ച് സക്സസിലേക്കുള്ള ജേർണിയിൽ കുതിച്ചു പായുക എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.